ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് ബോളാണ്. അതിലേക്ക് വേണ്ട ചേരുവകൾ: ചിക്കൻ വേവിച്ച് പൊടിച്ചത്, ക്യാപ്സിക്കം, ഗാർലിക് പേസ്റ്റ്, കുരുമുളക് പൊടി, ചതച്ച മുളക്, ഉപ്പ്. ചിക്കൻ കുരുമുളക് പൊടിയും ഉപ്പിട്ട് വേവിച്ച് പൊടിച്ച് വെച്ചതാണ്. അതിലേക്ക് ക്യാപ്സിക്കം ചെറുതായി നുറുക്കിയത് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഗാർലിക്ക്, 1/2 കപ്പ് ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. പിന്നെ 2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ഇടാം. പിന്നെ ചതച്ച മുളക്, അതും 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്യണത്. ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പീസ് ബ്രെഡ് എടുത്ത് അതിൻ്റെ 4 ഭാഗവും കട്ട് ചെയ്യുക. കട്ടിയുള്ള ഭാഗം കട്ട് ചെയ്ത് കളയണം. ബ്രെഡിൻ്റെ കട്ട് ചെയ്ത പീസുകൾ നമുക്ക് മാറ്റി വെക്കാം. അത് നമുക്ക് ബ്രെഡ് ക്രംസ് ആയിട്ട് ഉപയോഗിക്കാം. ഇതിലേക്ക് തന്നെ ആവശ്യമുള്ളതാണ്. ഇനി ഇതിലേക്ക് ഒരു പാത്രം വെള്ളം എടുത്തിട്ട് ഓരോ ബ്രെഡും ആ വെള്ളത്തിൽ മുക്കി നന്നായിട്ട് കയ്യിലിട്ട് പരത്തി കൊടുക്കുക. നന്നായി വെള്ളം കളയണം. അമർത്തിയിട്ട് നന്നായിട്ട് വെള്ളം കളയുക. ഇതിലേക്ക് നമ്മളെ ഫില്ലിങ് 2 ടീസ്പൂണ് ഇട്ടുകൊടുക്കുക. ഫില്ലിങ് ഇട്ടുകൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡിനെ ഒരു ബോൾ രൂപത്തിലാക്കി എടുക്കണം. നന്നായിട്ട് വെള്ളം കുറവുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം തൊട്ട് കൊടുത്തിട്ട് അതിനെ നന്നായിട്ട് ബോളാക്കി എടുക്കുക. ഇപ്പം ഇതുപോലെ ഒരു ബോളായിട്ടുണ്ട്. അങ്ങനെ ഓരോന്ന് ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ബോളാക്കി വെച്ചിട്ടുണ്ട് എല്ലാതും. ഇനി ഇതിനെ ബ്രെഡ് ക്രംസിൽ മുക്കണം. നമ്മൾ മാറ്റി വെച്ച ബ്രെഡ് പൊടിച്ചതാണിത്. നനവുള്ളത് കൊണ്ട് ഇതുമേൽ വേറെ മുട്ടയിൽ മുക്കുകയൊന്നും വേണ്ട. നനവോടുകൂടി തന്നെ ബ്രെഡ് ക്രംസിൽ മുക്കാം. നമുക്ക് അടുപ്പത്ത് ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതിൽ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓരോ ബോളായിട്ട് ഇട്ട് കൊടുക്കുക. ഒരു ഭാഗം ബ്രൗൺ നിറമായി കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കുക. ബ്രെഡ് ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് എടുക്കാം. ഓരോന്നായിട്ട് എടുത്ത് ഒരു ടിഷ്യൂ പേപ്പർ ഇടണമെങ്കിൽ വെളിച്ചെണ്ണ അതിലേക്ക് പോയിക്കൊള്ളും. ഇത് നല്ലൊരു ഈവനിങ് സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.